റീച്ചിന് വേണ്ടി ഒരുത്തനെ കൊന്നപ്പോ സമാധാനമായല്ലോ അല്ലേ? സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയർ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയർ. ഇതിന് എനിക്ക് മനസ്സിലായത്, ഇത് വീഡിയോ ഇട്ടതും പോരാഞ്ഞിട്ട് അവളുടെ കുറെ ഡയലോഗുകൾ പുതിയൊരു വീഡിയോ ചെയ്തിട്ട് എന്തിനായിരുന്നു? ആ മനുഷ്യൻ ഇനി മരിച്ചു, ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? ഒന്ന് ലൈവിൽ വന്ന് പറയണേ. കാര്യം ഈ വീഡിയോ കാണുന്ന പൊതുവേ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും ഒരാൾ മനഃപൂർവ്വം തട്ടിയതല്ല. നീ പറയുന്നുണ്ട് ആ വീഡിയോയില്, ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പുള്ളി മാറി എന്ന് പറയുന്നുണ്ട്. പുള്ളിക്ക് അവിടെ സംഭവിച്ച എന്താണെന്നറിയില്ല. ശരി, തട്ടി എന്ന് തന്നെ കൂട്ടിക്കോ, ശരിയാണ്, ദേഹത്ത് തട്ടി എന്ന് വെച്ചോ, പെണ്ണാണ്, ചിലപ്പോൾ തട്ടുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. എന്തുകൊണ്ട് അവിടുന്ന് മാറിയില്ല? അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഈ പുള്ളി എന്നെ ഇങ്ങനെ തട്ടുന്നുണ്ട്, പുള്ളി ഒന്ന് മാറ്റി നിർത്ത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുന്നേറ്റ് വേറൊരിടത്ത് പോയി നിൽക്കാഞ്ഞ എന്തായിരുന്നു? അതെന്താ ചെയ്യാഞ്ഞേ? അല്ലെങ്കിൽ ആ വീഡിയോ ഓണാക്കി വെച്ചിട്ട് എന്തായിരുന്നു പ്രതികരിക്കാഞ്ഞേ? ഇത്രയും ബുദ്ധിമതിയായ ചേച്ചി, ഇപ്പം നീ കാരണം ഒരാളുടെ ജീവൻ പോയപ്പോൾ സമാധാനമായല്ലോ. ഇനി ഏതെങ്കിലും പെണ്ണുങ്ങള് ഇതേ കണക്ക് ഇൻസിഡന്റ് ശരിക്കും നടന്നാൽ പോലും പ്രതികരിക്കാൻ പേടിക്കും. കാര്യം പേടിച്ചേ പറ്റൂ. ഇതിൽ എന്താണ് വാസ്തവം? ഇതിന് മുമ്പേ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അത് മാസ്ക് ഒക്കെ വെച്ചിട്ട്. ഈ ഇരിക്കുന്ന കാണുമ്പോഴേ അറിയാം ഇത് മനഃപൂർവ്വം വീഡിയോ എടുക്കാനാണെന്ന്. ഈ അൺകംഫർട്ടബിൾ ആണെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് മാറിപ്പോ. എന്തിനാണ് ഈ തട്ടുകൊള്ളാൻ നിന്ന് കൊടുക്കുന്നത്? അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ പ്രതികരിക്കുക. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ആളോട് ചോദിക്കുക, എന്തിനാണ് എന്നെ തട്ടുന്നതെന്ന്. അത് ചോദിക്കുന്നില്ല. സൈലന്റ് ആയിട്ട് ഇന്ന് വീഡിയോ മൊത്തം എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് അവരുടെ വീട്ടുകാരെങ്ങനെ സഹിക്കും? വാർത്തയിൽ ഇന്ന് വന്ന് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ആ പുള്ളി മരിച്ചെന്ന് പറഞ്ഞപ്പോഴേ പുള്ളി ഈ പറയുന്നത് സത്യമായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണമായിരുന്നു. ഇപ്പൊ എന്തായി? ഇതൊക്കെ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയാന്നുള്ളതായില്ലേ? ശരിക്കും അതല്ലേ സത്യം? ഒരാളുടെ ജീവനും പോയി.